നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമാധാന ശ്രമങ്ങൾ വിജയത്തോടടുക്കുമെന്നുറപ്പായതോടുകൂടി ഇറാൻ അതിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ജൂലൈയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ ഇറാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ജൂലൈ മാസം 4-ാം തീയതി ആയത്തുള്ള ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകൾ ആരംഭിക്കും. സംസ്കാരം 9-ാം തീയതിയാണ് എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇറാൻ്റെ വടക്ക് കിഴക്കൻ നഗരമായ മഷ്ഹദിലായിരിക്കും ആയത്തുള്ള ഖമേനിയുടെ മൃതദേഹം സംസ്കരിക്കുക. ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്നു ആയത്തുള്ള ഖമേനി. ആയത്തുള്ള ഖമേനിയെ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക ആക്രമണത്തിൽ അമേരിക്ക വധിച്ചത്. ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന പദത്തിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് ആയത്തുള്ള ഖമേനി. ആയത്തുള്ള ഖമേനി ദീർഘകാലം ഇറാൻ എന്ന രാജ്യത്തെ നയിച്ച ഒരു നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് അവർക്ക് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടത്. സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും അപ്രതീക്ഷിതമായിട്ടാണ് ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഇറാനിൽ സൈനിക നടപടിക്കായി ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നനെ ചർച്ചകൾ അവസാനിപ്പിച്ച് ആക്രമണത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും ഒരുങ്ങുന്നത്. ഈ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെടുന്നു. ഈ ചതി മനസ്സിലാക്കാതെയാണ് ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അതായത് യഥാർത്ഥത്തിൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആയത്തുള്ള ഖമേനി അടക്കമുള്ള ഇറാൻ്റെ നേതാക്കന്മാർ ഒളിവിൽ പോവുക, ബങ്കറുകളിൽ ഒളിവിൽ പോവുക സാധാരണമാണ്. അങ്ങനെ ഒളിവിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവരെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലുമെല്ലാം ആയത്തുള്ള ഖമേനിയെ കഴിഞ്ഞ കുറേ നാളുകളായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഫെബ്രുവരി 28-ന് അവർ അവരുടെ ആദ്യ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ആയത്തുള്ള ഖമേനിയെ അവർ നിരീക്ഷണ വലയത്തിലാക്കി. അങ്ങനെയാണ് ഏതൊരു സാധാരണ ദിവസത്തെയും പോലെ ആയത്തുള്ള ഖമേനി മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ ഈ കെട്ടിടത്തിന് നേരെ മിസൈൽ ആക്രമണം, ബോംബാക്രമണവും എല്ലാം ഉണ്ടായത്. ആ ആക്രമണത്തിലാണ് ആയത്തുള്ള ഖമേനിയും കുടുംബാംഗങ്ങളും അടക്കം ഒട്ടനവധി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത്. അതിനുശേഷമാണ് ഇറാൻ അമേരിക്ക സംഘർഷം ആരംഭിച്ചത്. ആയത്തുള്ള ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റാമെന്നും പകരം മറ്റൊരു പാവ ഭരണകൂടത്തെ സ്ഥാപിക്കാമെന്നുമാണ് അമേരിക്കയും ഇസ്രായേലും കരുതിയത്. പക്ഷേ ആഴ്ചകൾ നീണ്ട സൈനിക നടപടിക്ക് ശേഷവും IRGCയെ മുട്ടുകുത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ഒന്നും ചെയ്യാനും സാധിച്ചില്ല. ആയത്തുള്ള ഖമേനി എന്ന പരമോന്നത ആത്മീയ നേതാവിന് പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോയി. മുജ്തബ ഖമേനി എന്ന ആയത്തുള്ള ഖമേനിയുടെ മകനെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാക്കി IRGC ഇറാനെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യം നടത്തുകയായിരുന്നു. അമേരിക്കയും ഇസ്രായേലും തലകുത്തി നിന്നിട്ടും പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ ഭരണകൂടത്തെയോ ഇറാൻ സൈന്യത്തെയോ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, വൻതുക അമേരിക്കൻ ഖജനാവിന് ചെലവായതല്ലാതെ ഇറാനെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. തീർച്ചയായും ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇറാൻ്റെ ആയുധപ്പുരയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് മിസൈലുകളും ഡ്രോണുകളും. അത് പൂർണ്ണമായും നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഡ്രോൺ ശേഖരത്തെയും മിസൈൽ ശേഖരത്തെയും ഒന്ന് സ്പർശിക്കാൻ പോലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിന് സാധിച്ചില്ല. ഇപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഗൾഫ് മേഖലയിൽ നൽകാൻ ഇറാനിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക ലക്ഷ്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവർ ഇപ്പോഴും അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. ഒട്ടനവധി ആക്രമണങ്ങൾ നടത്തി കുറേയധികം ഇൻഫ്രാസ്ട്രക്ചറുകൾ പൊളിച്ചു കളയാൻ പറ്റിയെന്നല്ലാതെ അമേരിക്കൻ സൈന്യത്തിന് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും ഇറാനുമായി ചർച്ച നടത്തുന്നത്. ഒട്ടനവധി തവണയാണ് ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയത്. ആദ്യം പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നു. അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷവും ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നു. പക്ഷേ ഈ ചർച്ചകളൊന്നും തന്നെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇറാൻ്റെ കടുംപിടുത്തങ്ങളാണ് ഇക്കാര്യത്തിൽ തടസ്സമായി നിന്നത്. കാരണം ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാതില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ ഇറാൻ തയ്യാറായില്ല. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അത് വിട്ടൊഴിയാനും ഇതുവരെയും ഇറാൻ തയ്യാറായിട്ടില്ല.
ഇത് രണ്ടും അടിയന്തരമായി ചെയ്യണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആവശ്യത്തിന് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇറാനെതിരെ ശക്തമായ ഉപരോധ നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോയി. ഹോർമൂസ് കടലിടുക്കിൽ വലിയ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് ഇറാൻ തുറമുഖങ്ങളെ അമേരിക്കൻ പടക്കപ്പലുകൾ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാന് ഇപ്പോൾ എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് ഇറാനെ സാമ്പത്തികമായി തകർത്തു. ഇറാന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഇറാൻ ചർച്ചകൾക്ക് സമ്മതം മൂളിയത്. ഏറ്റവും ഒടുവിലായി ചർച്ചകൾക്ക് അന്തിമ രൂപമായി കഴിഞ്ഞുവെന്ന് ഇറാനും അമേരിക്കയും ഒരുപോലെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സമാധാന കരാറിൽ രണ്ടു രാജ്യങ്ങളും ഒപ്പിടുമെന്ന പാകിസ്ഥാൻ്റെ പ്രസ്താവന ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ സമാധാനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും ഈ പറയുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സേനയെ പിൻവലിച്ച് സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും അടുത്ത ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആയത്തുള്ള ഖമേനിക്ക് ആചാരപരമായ വിട നൽകുക എന്നുള്ളതാണ്. ഒരു യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഇറാന് സാധിച്ചില്ല. മാത്രമല്ല, അങ്ങനെ ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങ് നടത്തിയാൽ അത് ഇറാൻ ഭരണകൂടത്തിലെ ആർക്കും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. IRGCയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കോ ഇറാൻ ഭരണകൂടത്തിലെ മുതിർന്ന ആളുകൾക്കോ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. കാരണം അവരെല്ലാം ഒളിവിലാണ്. ഇവരെല്ലാം കണ്ടുപിടിക്കുന്നതിനായി അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും ഇറാനിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരം അന്ന് നടന്നില്ല. ഇന്നിപ്പോൾ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ മടങ്ങിയാൽ ജൂലൈയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ഇറാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4-നും 9-നും ഇടയ്ക്ക് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിലെ പ്രമുഖരായ എല്ലാവരും IRGCയിലെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം ഈ സംസ്കാര ചടങ്ങിൽ മകൻ മുജ്തബ ഖമേനി പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നിലവിലെ ഇറാൻ്റെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഈ മുജ്തബ ഖമേനിക്ക് പകൽ വെളിച്ചത്തിൽ വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ആക്രമിക്കാനും വധിക്കാനും അമേരിക്കൻ സൈന്യം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും യാതൊരു വിവരവും ചോർത്തി നൽകാതെ അതീവ രഹസ്യമായ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു മുജ്തബ ഖമേനി. വളരെ സങ്കീർണമായ ഒരു ആശയവിനിമയ നെറ്റ്വർക്കിലൂടെയാണ് ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. സമാധാന ശ്രമങ്ങൾ ഇത്രയധികം വൈകാൻ കാരണവും അതുതന്നെയാണ്. മുജ്തബ ഖമേനിയുടെ അടുക്കലേക്ക് ഒരു സന്ദേശം എത്തണമെങ്കിലും ആ സന്ദേശം അദ്ദേഹം വായിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം സഹിതം തിരിച്ചു വരണമെങ്കിലും ദിവസങ്ങളെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതീവ നിഗൂഢമായ കേന്ദ്രത്തിലാണ് മുജ്തബ ഖമേനി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതും ഇയാൾ ഇപ്പോൾ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനി ഈ പറയുന്ന ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിൻ്റെ ജീവനും ഇപ്പോൾ വലിയ വിലയുണ്ട്. പക്ഷേ വെടിനിർത്തൽ കരാറിലെത്തി അമേരിക്കയുമായി സമാധാനത്തിൻ്റെ കാലഘട്ടമാണ് എങ്കിൽ തീർച്ചയായും മുജ്തബ ഖമേനി പങ്കെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ആയത്തുള്ള ഖമേനിക്ക് അദ്ദേഹം അർഹിക്കുന്ന ആചാരപരമായ വിട നൽകാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നതും ഇനി അതിൻ്റെ ഒരുക്കങ്ങളുടെ ദിവസമായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. സമാധാന ശ്രമങ്ങൾ ഏതാണ്ട് വിജയത്തോടടുക്കുന്നുവെന്നും നാവിക ഉപരോധവും അതുപോലെ തന്നെ ഈ ഉപരോധത്തിൻ്റെ പേരിൽ മരവിപ്പിച്ചിട്ടുള്ള സ്വത്തുക്കളുമെല്ലാം ഉടൻ തന്നെ ഇറാന് ലഭിക്കുമെന്നുമാണ് അബ്ബാസ് അരാഗ്ചി എന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിച്ച കാര്യങ്ങൾ അതുപോലെ റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഇറാനും അമേരിക്കയും ഇപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്നു, ഒരേ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ സമാധാന ഉടമ്പടി തയ്യാറാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സമാധാന ഉടമ്പടിയിലൂടെ ഇറാൻ ഇനി ഏത് ദിശയിലേക്കാകും മുന്നോട്ട് പോവുക എന്നതും മാത്രമല്ല, ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരത്തിന് ശേഷം ഇറാൻ ആ ഒരു കൊലപാതകത്തിന് പകരം വീട്ടാൻ ഒരുങ്ങുമോ എന്നതും ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.